ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് വെച്ചാൽ നമ്മുടെ കോവയ്ക്ക കൊണ്ടുള്ള ഒരു ഫ്രൈ ആണ് കേട്ടോ. ഇതൊരു വെറൈറ്റി കോവയ്ക്ക ഫ്രൈ ആണ് കേട്ടോ. നമ്മൾ ഇതുവരെ ഉണ്ടാക്കിയതിലും വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത്. ഇപ്പോൾ ചോറിനൂടെ ആയാലും ചപ്പാത്തിയുടെയും നല്ല കോമ്പിനേഷൻ ആട്ടോ, നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി. നമ്മുടെ മീൻ ഫ്രൈ മാറി നിൽക്കും, ആ ഒരു ടേസ്റ്റാണ് ഇതിന് കിട്ടുന്നത്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ കുറച്ച് കോവയ്ക്ക എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിത് സാധാരണ ഫ്രൈ ചെയ്യുമ്പം അരിഞ്ഞെടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിവിടെ അരിയല്ല, ഇതൊന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചതയ്ക്കാൻ വേണ്ടി ഞാനൊരു ഇടികല്ലാണ് എടുത്തേക്കുന്നത്. അപ്പം അരഞ്ഞു പോകണ്ട, ജസ്റ്റ് ഒന്ന് 2 കുത്ത് കുത്തിയാൽ മതി, അപ്പോഴത്തേക്ക് അങ്ങ് ചതഞ്ഞ് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ഇതിൻ്റെ ഈ കോവയ്ക്കയിലുള്ളിൽ നീരൊന്ന് ഇറങ്ങി വരണം. അപ്പോൾ ഈ കോവയ്ക്കയിൽ ഈ ചാറാണ് അപ്പോൾ നമ്മൾ ഫ്രൈ ചെയ്യുമ്പം അതിൻ്റെ ടേസ്റ്റും കൂട്ടുന്നത് കേട്ടോ. ഇപ്പോൾ സാധാരണ നമ്മൾ അരിഞ്ഞെടുക്കുമ്പോൾ അത്രയും സമയവും പോവും, പക്ഷേ ഇതേപോലെ ഇടിച്ച് ചേർക്കുമ്പം, ഇടിച്ച് മസാല പുരട്ടിയൊക്കെ വറക്കുമ്പം അതിൻ്റെ ടേസ്റ്റും കൂടുതലാണ്, സമയം ലാഭവും ടേസ്റ്റും കൂടുതലാണ്. അതാണ് ഇതിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ ഞാൻ എല്ലാം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോഴത്തേക്ക് ഒരു കാര്യം ഞാൻ പറയാനുള്ളത്, വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും മറന്നു വെക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് മസാലകളൊക്കെ തേച്ച് കൊടുക്കാം. ആദ്യം 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം പിന്നെ കുരുമുളക് പൊടി ഒരു 1/2 ടീസ്പൂൺ മതിയാവും കേട്ടോ, ഒരുപാട് എരിവ് വേണ്ടല്ലോ. 1/2 ടീസ്പൂണും കൂടി ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടിത് പുരട്ടി വെക്കണം. പുരട്ടി ഒരു 10 മിനിറ്റോളം വെക്കണം കേട്ടോ. 10 മിനിറ്റ് വെക്കുമ്പോഴത്തേക്കും ഈ മസാലകളൊക്കെ നമ്മുടെ ഇതിൻ്റെ ഉള്ളിലോട്ട് പിടിക്കണമല്ലോ. അപ്പം മുളക് പൊടി കുറച്ച് കുറവായതുകൊണ്ട് ഒരു 1/2 ടീസ്പൂണും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ 2 ടീസ്പൂൺ തന്നെ ധാരാളം കേട്ടോ. അപ്പോൾ അത് എരിവിനനുസരിച്ച് ചേർക്കുക. അപ്പോൾ ഇത് എരിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ 1/2 ടീസ്പൂണും കൂടെ അധികം ചേർത്ത് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് പുരട്ടി നമുക്കൊരു 10 മിനിറ്റ് വെച്ചേക്കാം കേട്ടോ. ഇപ്പം നമ്മൾ മസാലയെല്ലാം പുരട്ടി വെച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് മസാലയും ഉപ്പും എല്ലാം നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് വറുത്തെടുക്കാം. അപ്പോൾ ഞാൻ പാൻ ചൂടായ ശേഷം ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ കഴിവതും വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ നോക്കുക കേട്ടോ. മറ്റെണ്ണകളിനെക്കാട്ടി നല്ലത് നമ്മുടെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത് നമ്മുടെ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായ ശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് കോവയ്ക്ക ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം ഫ്ലെയിം ഒന്ന് മീഡിയത്തിലോട്ട് ആക്കുക. ഹൈ ഫ്ലെയിമിൽ വെച്ചാൽ ചിലപ്പോൾ പൊട്ടിത്തെറിക്കും. അപ്പം മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കോവയ്ക്ക് ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാനിത് മൂടി വെക്കുന്നില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ ഈ കോവയ്ക്കയുടെ ഉള്ളിൽ അങ്ങ് അവിഞ്ഞു പോകും. അതുകൊണ്ട് കുറച്ച് നമുക്ക് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടി ഇത് തുറന്ന് വെച്ച് തന്നെ നമുക്കത് വറുത്തെടുക്കാം കേട്ടോ. ഇപ്പോൾ കോവയ്ക്കൊക്കെ മൊരിഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇത് വറുത്തെടുക്കാൻ വേണ്ടി ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല, അല്പം മാത്രം എണ്ണ മതി കേട്ടോ. നമുക്ക് നല്ല ഫ്രൈ ആയിട്ട് എടുക്കാൻ പറ്റും. അപ്പോൾ അതേപോലെ മൊരിഞ്ഞൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്ത് ഒന്നുകൂടെ നമുക്ക് വഴറ്റി ഒന്ന് ഫ്രൈ ആക്കി എടുത്തിട്ട്, കാരണം എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് കിട്ടണമല്ലോ. കാരണം ഇത് ഉരുണ്ടിരിക്കുന്നത് കൊണ്ട് ചില ഭാഗങ്ങൾ മൊരിയും, ചില ഭാഗങ്ങൾ മൊരിയത്തില്ല. അതുകൊണ്ട് ഇതിങ്ങനെ ഒന്ന് വഴറ്റി ഇട്ട് കൊടുത്തിട്ട് മൊരിച്ചെടുക്കാം. അപ്പം നമ്മുടെ കോവയ്ക്ക ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെജുകാർക്കായാലും നോൺ വെജുകാർക്കായാലും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രൈ ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും തീർച്ചയായും ചെയ്ത് നോക്കുക. അപ്പോൾ ഒരു ദിവസം നമുക്ക് മീനില്ലെങ്കിൽ അതിന് പകരമായിട്ട് നമുക്ക് ഇതുപോലെ കോവയ്ക്ക ഫ്രൈ ചെയ്യാം. അപ്പം എല്ലാവർക്കും, കുട്ടികൾക്ക് തന്നെ ഒരുപാട് ഇഷ്ടപ്പെടും. നമുക്ക് സ്കൂളിലേക്കൊക്കെ വറുത്ത് കൊടുത്ത് വിടാം. അപ്പോൾ ആദ്യത്തെ ബാച്ച് വറുത്തെല്ലാം എടുത്ത് മാറ്റിയ ശേഷം അടുത്തതും ഇതേപോലെ നിരത്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും അതേപോലെ ഓൾ എന്ന ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറന്നു വരുത്. അപ്പം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു.